ഹായ്, പുതിയ കഥ കേൾക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഫറവോൻ രാജാവ് യോസേഫിൻ്റെ അടുത്ത് അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരു മേലധികാരിയാക്കി വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ചു. യോസേഫിൻ്റെ സമ്മതം കൂടാതെ തന്നെ ഫറവോൻ എന്തു ചെയ്തു? യോസേഫിനെ ആ ഉത്തരവാദിത്വം, ആ ചുമതല യോസേഫിന് കൊടുത്തു. അത് കൊടുക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇതേപോലെ ഒരാളെ ഇനി കണ്ടു കിട്ടാനില്ല, ഇത്ര വിവേകിയായിട്ടും. ദൈവം ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം നിനക്കാണ് പറഞ്ഞു തന്നത്. ദൈവം നിന്നിലുണ്ട്, അതേപോലെ തന്നെ നിനക്ക് വിവേകവും ബുദ്ധിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നിന്നെപ്പോലെ ഒരാളെ ഇനി കണ്ടെത്താൻ എനിക്ക് പാടാണ്. അതുകൊണ്ട് നീ തന്നെ, യോസേഫ് തന്നെ ഈ രാജ്യത്തിന് ഈ കാര്യങ്ങൾക്കെല്ലാം, ഈ ചെയ്യുന്ന ഈ ഉണ്ടാവാൻ പോകുന്ന ക്ഷാമത്തിൻ്റെയും കാര്യങ്ങൾക്കെല്ലാം വേണ്ടി മേലധികാരി ആയിട്ട് ഇരിക്കണം. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നെക്കാളും ഉയർന്നതായിരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും നീയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നെല്ലാം യോസേഫിൻ്റെ അടുത്ത് പറഞ്ഞു. ഈ മിസ്രൈമിലുള്ള ഓരോ ജനങ്ങളും നീ പറയുന്നത് അനുസരിക്കും, നിനക്ക് ചെയ്യാനുള്ള അധികാരം ഞാൻ ഇതുകൊണ്ട് തന്നിരിക്കുന്നു എന്നുള്ള, ഈ മിസ്രൈം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ അധികാരി ആക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസേഫിൻ്റെ അടുത്ത് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫറവോൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഫറവോൻ്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി യോസേഫിൻ്റെ കൈക്ക് ഇട്ടുകൊടുത്ത് അവന് നല്ല ഒരു വസ്ത്രം ധരിപ്പിച്ചു. നല്ല സ്വർണം കൊണ്ട് ഒരു മാല പോലെ ഒന്ന് അവൻ്റെ കഴുത്തിലും ഇട്ടുകൊടുത്തു. ഓക്കെ, അവന് രഥം, അങ്ങനെ അവനെ രണ്ടാം രഥത്തിൽ കയറ്റി. അപ്പോൾ ഒന്നാം രഥം എന്ന് പറയുന്നത് ഫറവോൻ്റെയാണ്. രണ്ടാം രഥത്തിൽ അവനെ കയറ്റി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കേക്കെ അവൻ്റെ മുന്നിൽ മുട്ടുകുത്താനുള്ള രീതിയിൽ എല്ലാവരോടും ഫറവോൻ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ മിസ്രൈം ദേശത്തിന് മൊത്തം ഫറവോൻ യോസേഫിനെ അധികാരിയാക്കി വെച്ചു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ നാൾ മുന്നേ നമ്മൾ ആദ്യത്തെ കഥ പറയുമ്പോൾ യോസേഫ് സ്വപ്നം കണ്ടിരുന്നു. യോസേഫ് എന്താ സ്വപ്നം കണ്ടിരുന്നത്? യോസേഫ് വലിയ നിലയ്ക്ക് എത്തും, എല്ലാവരും അവനെ വണങ്ങും, അങ്ങനെയുള്ള രീതിയിൽ സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തിൻ്റെ ആദ്യമായിട്ട് ഒരു ഭാഗം സത്യമായി മാറുകയാണ്. അങ്ങനെ യോസേഫ് ആ മിസ്രൈമിലെ വലിയൊരു മേലധികാരിയായി. അത് കഴിഞ്ഞ് മിസ്രൈമിൽ മൊത്തം യോസേഫ് സഞ്ചരിച്ചു, മിസ്രൈം മൊത്തം നോക്കി. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരം ഫറവോൻ കൊടുത്തിട്ടുണ്ടായിരുന്നു യോസേഫിൻ്റെ അടുത്ത്. അതുകൊണ്ട് യോസേഫ് ഇത് മാത്രമല്ല, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഫറവോൻ യോസേഫിൻ്റെ പേര്, ഒരു പുതിയ പേരും ഫറവോൻ യോസേഫിനിട്ടു. സാപ്നത്ത് പനേഹ് എന്നുള്ള ഒരു പേര് ഇട്ടു. അങ്ങനെ യോസേഫ് ഇതെല്ലാം കഴിഞ്ഞിട്ട് മിസ്രൈം മൊത്തം സഞ്ചരിച്ചു, ദേശം മൊത്തം സഞ്ചരിച്ച് കണ്ടു. എന്നിട്ട് അവിടെ സുഭിക്ഷമായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ, ധാന്യങ്ങൾ എല്ലാം യോസേഫ് വന്നിട്ട് എല്ലാം കളക്ട് ചെയ്തു, ശേഖരിച്ച് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിൽ സൂക്ഷിച്ചു. ഓക്കെ, അപ്പോൾ ഈ സൂക്ഷിച്ച് വെച്ച സാധനങ്ങൾ അളക്കാൻ പറ്റില്ലായിരുന്നു. അത്രമാത്രം. ഇപ്പം നമ്മൾ അളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അരി, എണ്ണ, വെള്ളം, പാല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അതിനൊരളവുണ്ട്. ഓക്കെ, അത് അളക്കാനും പറ്റും. പക്ഷേ ഈ യോസേഫ് ഇങ്ങനെ മേടിച്ച് കൂട്ടിയ സാധനങ്ങളൊന്നും അളക്കാൻ പറ്റില്ലായിരുന്നു. കടലിലെ മണൽത്തരി പോലെ അത്ര ഇതിലുണ്ടായിരുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ കടലിലെ മണൽത്തരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മക്കൾ ബീച്ചിൽ പോയിട്ടുണ്ടോ? നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചിൽ നിറയെ മണൽത്തരി ഉണ്ട്. ഓക്കെ, ആ മണൽത്തരി മൊത്തം നമുക്കിരുന്ന് എണ്ണാൻ പറ്റുമോ? പറ്റില്ല, അത്ര മാത്രം ഉണ്ടാകും. അതേപോലെ അത്ര വലുപ്പത്തിൽ യോസേഫ് ഈ ക്ഷാമത്തിന് വേണ്ട ഫുഡ് കളക്ട് ചെയ്ത്, ആഹാരങ്ങൾ കളക്ട് ചെയ്ത് ശേഖരിച്ച് വെച്ചു. എവിടെ? മിസ്രൈമിൻ്റെ പല പട്ടണങ്ങളിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ 7 വർഷം അടിപൊളിയായിട്ട് നല്ല സമൃദ്ധിയായിട്ട് പോയി. പിന്നീട് ഇതിൻ്റെ ഇടയിൽ യോസേഫിന് കല്യാണം കഴിഞ്ഞിരുന്നു, യോസേഫിന് 2 മക്കളുണ്ടായി. അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. കുറേ കഴിഞ്ഞ് 7 വർഷം തീർന്നു കഴിഞ്ഞപ്പോൾ ദേശത്തെല്ലാം ക്ഷാമമുണ്ടായി, ഒന്നുമില്ലാത്ത അവസ്ഥയായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥ ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ഫറവോൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങൾ യോസേഫിൻ്റെ അടുത്ത് ചെല്ല്, യോസേഫ് പറയും പോലെ ചെയ്യ് എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ യോസേഫിൻ്റെ അടുത്ത് ഈ ജനങ്ങളെല്ലാം ചെന്നു. ഇതുവരെ യോസേഫ് കളക്ട് ചെയ്ത് ശേഖരിച്ച് വെച്ചിരുന്ന ആഹാരങ്ങളെല്ലാം ഓരോരുത്തർക്ക് അവരവർക്ക് വേണ്ട രീതിയിൽ യോസേഫ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ക്ഷാമം അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത നിലയ്ക്ക് ഈ ശേഖരിച്ച് വെച്ച വലിയ പദ്ധതി കൊണ്ട്, ഫറവോൻ്റെയും യോസേഫിൻ്റെയൊക്കെ പദ്ധതി കൊണ്ട്
നല്ല നിലയ്ക്ക് അവർക്ക് ക്ഷാമത്തെ നേരിടുവാൻ സാധിച്ചു. മാത്രമല്ല എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ക്ഷാമം വന്നു. ഓക്കെ, അപ്പോൾ അവർക്കൊന്നും ഭക്ഷണമില്ല, അവരെല്ലാം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അറിഞ്ഞു മിസ്രൈം ദേശത്ത് നല്ല ഭക്ഷണമുണ്ട്, അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞ് ഒത്തിരി പേര് അവിടെ വന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് പോകുന്ന രീതിയിലോട്ട് കാര്യങ്ങളായി. അപ്പോൾ ഇങ്ങനെ ഈ പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ക്ഷാമം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളിവിടെ ഈ റേഷൻ കടയിലൊക്കെ പോവില്ലേ സാധനങ്ങൾ മേടിക്കാൻ, അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ, അരി, പഞ്ചസാര, അല്ലെങ്കിൽ കടകളിൽ പോവില്ലേ, അതേപോലെ കടകൾ യോസേഫ് അവിടെ എവിടെയെങ്കിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് തുറന്നു. അങ്ങനെ അവിടെ ചെന്ന് ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം മേടിക്കാം എന്നുള്ള നിലയിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു, മിസ്രൈമിൽ ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യോസേഫിൻ്റെ അപ്പനായ യാക്കോബ് അവരുടെ നാട്ടിലും, അവർ വേറെ നാട്ടിലാണ്, അവരുടെ നാട്ടിലും ഈ ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവർക്കും നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട്, കഴിക്കാൻ ഫുഡൊക്കെ ഇല്ലാത്ത അവസ്ഥ ആവാൻ തുടങ്ങുന്നു. അപ്പോൾ അത് കാരണമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോസേഫിൻ്റെ വീട്ടിൽ 12 പേരിൽ ഒരാളാണ് യോസേഫ്. അപ്പോൾ 11 മക്കൾ, പിന്നെ അപ്പൻ, അമ്മ, അതല്ലാണ്ട് വേറെ പണിക്കാർ കാര്യങ്ങൾ. അപ്പോൾ വലിയ ആൾക്കാരുണ്ട്, ഇവരെല്ലാം തീറ്റിപ്പോറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ, തന്നെയല്ല ക്ഷാമമാണ്. അപ്പോൾ അപ്പനിത് അവരറിഞ്ഞു ഇങ്ങനെ ഇവിടെ കൊടുക്കുന്നുണ്ട്, മിസ്രൈമിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോഴും അവർക്കറിയില്ല യോസേഫ് അവിടെ ഉണ്ട് എന്നുള്ളത് അറിയില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്പം പറഞ്ഞു, മക്കളുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിസ്രൈമിൽ പോവുക, മിസ്രൈമിൽ പോയിട്ട് അവിടെ കഴിക്കാനുള്ള ഭക്ഷണവും കാര്യങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമ്മൾ മരിക്കാണ്ടിരിക്കണേ നമുക്ക് ഭക്ഷണം വേണം, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ധാന്യം എടുത്തുകൊണ്ട് വന്ന് നമുക്കിവിടെ കഴിയാം എന്നുള്ള രീതിയിൽ അപ്പൻ മക്കളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മക്കളും സമ്മതിച്ചു. അങ്ങനെ യോസേഫിൻ്റെ 11 സഹോദരന്മാരിൽ ഒരാളെ മാത്രം അപ്പൻ്റെ അടുത്ത് നിർത്തിയിട്ട് ബാക്കി 10 പേരും, അതായത് അവിടെ നിന്നത് അനുജനായിട്ടുള്ള ബെന്യാമിൻ എന്ന് പറഞ്ഞാണ്, അത് യോസേഫിന് തൊട്ട് മുകളിലുള്ള ആളാണ്. ബെന്യാമിനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പൻ്റെ കൂടെ. ബാക്കി എല്ലാവരും ഇതിനു വേണ്ടി മിസ്രൈമിലോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഈ ബെന്യാമിനെ അവിടെ അപ്പൻ നിർത്തിയതിന് കാരണമുണ്ട്. ഓൾറെഡി എൻ്റെ ഇളയ മോൻ പോയി, യോസേഫ് മരിച്ചു പോയെന്നല്ലോ കള്ളം പറഞ്ഞു വെച്ചേക്കണ ചേട്ടന്മാർ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇവനെ ഞാൻ അങ്ങനെ വിട്ടു തരാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ 10 പേരും കൂടെ, അവനൊരാപത്തും ഉണ്ടാക്കണ്ട, അതുകൊണ്ട് നിങ്ങൾ 10 പേരും പോയി ധാന്യവും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നം എന്നുള്ള രീതിയിൽ യാക്കോബ് ഈ 10 മക്കളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ കനാൻ ദേശത്തായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്, അവിടെ ക്ഷാമം ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ നിന്ന് യോസേഫ് താമസിക്കുന്ന മിസ്രൈമിലോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇവർ പുറപ്പെട്ട് വരുമ്പോൾ യോസേഫ് ആണ് അവിടുത്തെ ദേശത്തിൻ്റെ അധിപതി എന്നൊന്നും അറിയില്ല, കാരണം ഒത്തിരി വർഷങ്ങളായി. ഓക്കെ, യോസേഫിന് ഈ അധികാരം കിട്ടുന്നത് 30 വയസ്സിലാണ്. അപ്പോൾ ഇവർക്കതൊന്നും അറിയില്ല, ഇവരിങ്ങനെ ഇതൊന്നും അറിയാണ്ട് അവിടെ അങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ആ ദേശത്തുണ്ടായിരുന്ന എല്ലാവർക്കും ധാന്യം വിറ്റുകൊണ്ടിരുന്നത് യോസേഫായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ഈ ചേട്ടന്മാർ 10 പേരും കൂടെ യോസേഫിൻ്റെ അടുത്ത് ചെന്ന് യോസേഫിനെ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ, യോസേഫിനെ നമസ്കരിക്കുമ്പോൾ ഇവർക്കറിയില്ല, ഇവർ ഈ അതായത് ചേട്ടന്മാർക്ക് അറിയില്ല, ചേട്ടന്മാർ ഈ നമസ്കരിക്കുന്ന ഈ അധികാരത്തിലിരിക്കുന്ന ആൾ യോസേഫാണെന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ യോസേഫിൻ്റെ ചേട്ടന്മാരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു, ഇത് തൻ്റെ ചേട്ടന്മാർ 10 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് യോസേഫിന് മനസ്സിലായിരുന്നു. അപ്പോൾ യോസേഫ് എന്ത് ചെയ്തു, യോസേഫ് ഇത്രയും കാലമായിട്ട് ഇവർക്കറിയില്ല യോസേഫ് എന്തായി എങ്ങനെയെന്നൊന്നും ഈ ചേട്ടന്മാർക്ക് അറിയില്ല. യോസേഫ് പറയാനും പോയില്ല, ഞാൻ യോസേഫാണ്, നിങ്ങളെന്നെ വിറ്റ യോസേഫാണ്, കൊല്ലാൻ ട്രൈ ചെയ്ത യോസേഫാണ്, കൊല്ലാൻ ശ്രമിച്ച യോസേഫാണ്, ഇതൊന്നും യോസേഫ് പറയാൻ പോയില്ല. യോസേഫ് ഇവരറിയാത്ത രീതിയിൽ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ യോസേഫിന് അറിയാം ഇത് യോസേഫിൻ്റെ ചേട്ടന്മാരാണ് എന്നുള്ളത് അറിയായിരുന്നു. എന്നിട്ട് ഈ യോസേഫിന് ഇത് മനസ്സിലായി, എങ്കിലും യോസേഫ് അത് മറച്ചു വെച്ചിട്ട് ഇവരുടെ ഇത്തിരി ഹാഷായിട്ട്, അതായത് ഇത്തിരി കഠിനമായിട്ട് സംസാരിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കനാൻ ദേശത്താണ് വരുന്നത്, ഞങ്ങൾക്ക് അപ്പൻ ഉണ്ട്, വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങൾ 12 മക്കളാണ്, ഇളയവനെ കാണാനില്ല, ഒരുത്തൻ അപ്പൻ്റെ കൂടെയാണ്, ബാക്കി 10 പേരാണ് വന്നേക്കണേ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ആഹാരങ്ങളില്ല, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയാണ് വന്നേക്കണേ എന്നുള്ള രീതിയിൽ യോസേഫിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ യോസേഫ് ഇത് കേട്ടപ്പോൾ യോസേഫിന് വേറൊരു കാര്യം ഓർമ്മ വന്നു. യോസേഫിന് പഴയ സ്വപ്നം ഓർമ്മ വന്നു. അതായത്
കറ്റ കെട്ടിയിട്ട് കറ്റകളിൽ എല്ലാ കറ്റകളും ഞാൻ കെട്ടിയ കറ്റേനെ വണങ്ങി എന്നൊരു സ്വപ്നം പറഞ്ഞാണ് യോസെഫ്. ആ സ്വപ്നം യോസെഫിന് ഓർമ്മ വന്നു, ഈ ചേട്ടന്മാരെല്ലാം നമസ്കരിച്ചപ്പോൾ. അങ്ങനെ യോസെഫ് പറഞ്ഞു, ഈ ചേട്ടന്മാർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോസെഫ് പറഞ്ഞു, നിങ്ങൾ ഒറ്റുകാരാണ്. നിങ്ങൾ ഈ ഒറ്റുകാരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്ക് അറിയാമോ? ഒറ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശം വന്ന് കണ്ടു നോക്കും. അതായത് വേറെ ഒരു സ്ഥലത്തുനിന്ന്, വേറെ ഒരു ദേശത്തുനിന്ന് ഈ ദേശത്തോട്ട് വന്ന് ഈ ദേശത്ത് എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് ഒളിഞ്ഞു നോക്കി വന്ന് പോകുന്ന ആൾക്കാരെയാണ് നമ്മളിങ്ങനെ ഒറ്റുകാരെന്ന് സാധാരണ പറയുന്നത്. അപ്പോൾ യോസെഫിൻ്റെ ചേട്ടന്മാരെ പറഞ്ഞത് നിങ്ങൾ ഒറ്റുകാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഒറ്റുകാരൊന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെ വന്നേക്കണെയാണ്, ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്നുള്ളത് അവർ വീണ്ടും പറഞ്ഞു. ഞങ്ങൾ ആഹാരം വാങ്ങാൻ തന്നെ വന്നേക്കണെയാണ്, എല്ലാവരും ഒരാളുടെ മക്കൾ തന്നെയാണ്, ഞങ്ങൾ സത്യം മാത്രം പറയുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലെല്ലാം അവർ സംസാരിച്ചു. അപ്പോഴും യോസെഫ് പറഞ്ഞു, ഇല്ല നിങ്ങൾ ഒറ്റുകാർ തന്നെയാണ്. അവർ സമ്മതിക്കണ്ടായിരുന്നില്ല, ഒരു രീതിയിലും സമ്മതിക്കണ്ടായിരുന്നില്ല. ഞങ്ങൾ കനാൻ ദേശത്തു നിന്ന് വന്നേക്കണതാണ്, 12 മക്കളുള്ള ആളുടെ ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവരൊരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങളിൽ ഏറ്റവും ഇളയ ആൾ ഇന്നില്ല, ഒരാൾ അപ്പൻ്റെ കൂടെയാണ്, ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ യോസെഫ് മനസ്സിലായി, യോസെഫിനെയാണ് ഇപ്പോൾ ഇല്ല എന്നുള്ളത് പറയണേന്നുള്ളത് യോസെഫിന് മനസ്സിലായി. യോസെഫ് അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ വീണ്ടും പറയണു, നിങ്ങൾ ഒറ്റുകാർ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനായി. കാരണം യോസെഫ് നല്ല പവറിലിരിക്കുന്ന ആളാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ സ്ഥലത്തുനിന്ന് വേറെ രാജ്യത്താണ് അവർ നിൽക്കുന്നത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം യോസെഫിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എല്ലാ പദവിയും അധികാരവും യോസെഫിന് ഫറവോൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യോസെഫ് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരനെ, അതായത് ബെന്യാമീനെ, അപ്പൻ്റെ അടുത്തുള്ള ബെന്യാമീനെ കൊണ്ടുവന്ന് കാണിക്കാണ്ട് ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞു. ചുറ്റിയില്ലേ, ഇവരാകെ പേടിച്ചു. ഇനി ബെന്യാമീനെ വിളിക്കാൻ പോണെങ്കിൽ കനാൻ ദേശം വരെ പോയി അപ്പനോട് പറഞ്ഞ് സമ്മതം മേടിച്ച്, ഓൾറെഡി അപ്പൻ ബെന്യാമീനെ വിടാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് അപ്പൻ പറഞ്ഞായിരുന്നു. കാരണം യോസെഫ് പോയി, ഇനി ഇവനെയും കൂടെ എനിക്ക് കളയാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് ബെന്യാമീനെ അപ്പൻ അവിടെ പിടിച്ചു വെച്ചത്. ഇപ്പം അതേ ബെന്യാമീനെയാണ് യോസെഫ് ചോദിക്കുന്നത്. അവർക്കാകെ അങ്കലാപ്പായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ യോസെഫ് പറഞ്ഞു, നിങ്ങൾ വേഗം ആരെങ്കിലും ഒരാളെ അയച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വാ, അല്ലെങ്കിൽ ഫറവോൻ്റെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ ഈ ദേശം ഒറ്റ നോക്കാൻ വന്നതാണ്, അങ്ങനെ പറയുമെന്നുള്ളത് പറഞ്ഞു. ഇവരാകെ കഷ്ടപ്പാടായി. എന്നിട്ട് യോസെഫ് എന്നാ ചെയ്തെന്നറിയാമോ? ഈ ചേട്ടന്മാരെല്ലാത്തിനും പിടിച്ച് 3 ദിവസം ജയിലിലങ്ങിട്ടു. അപ്പോൾ ചേട്ടന്മാർ കാരണമായിരുന്നു യോസെഫ് ജയിലിലായ. ഇവിടെ യോസെഫ് ആ ചേട്ടന്മാരെല്ലാം പിടിച്ച് ജയിലിലിട്ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 3 ദിവസം ആണ് യോസെഫ് ചേട്ടന്മാരെ ജയിലിലിട്ടത്. കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ യോസെഫ് അവരെ പോയി കണ്ടിട്ട് യോസെഫ് പറഞ്ഞു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നു വിടാം, തിരിച്ച് വരുമ്പോൾ ബെന്യാമീനെയും കൂട്ടിയിട്ട് വരണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ വാക്ക് നിങ്ങൾ പറഞ്ഞത് നേരാണ് എന്ന് എനിക്ക് മനസ്സിലാകേണ്ടതിന് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ ഭക്ഷണം എല്ലാം തന്നു വിടാം, തിരിച്ച് നിങ്ങൾ വരുമ്പോൾ ഇനി വന്ന് നിങ്ങളുടെ അനിയനെ കൊണ്ടുപോയി കാണിക്കണം, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് എൻ്റെ മുന്നിൽ തെളിയിക്കണം എന്നുള്ള ഒരു നിബന്ധന യോസെഫ് അവരുടെ മുന്നിൽ വെച്ചു. ചേട്ടന്മാരെല്ലാം അത് സമ്മതിച്ചു. അങ്ങനെ യോസെഫ് അവർക്കെല്ലാവർക്കും ഭക്ഷണവും ആഹാരവും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അവർ ഓരോരുത്തരും നിറച്ച ചാക്കിനനുസരിച്ച് കാശ് കൊടുക്കണമായിരുന്നു, കാശ് കൊടുത്തു. യോസെഫ് അവരറിയാണ്ട് അവരുടെ ചാക്കിൽ തന്നെ ഈ ദ്രവ്യം തിരിച്ചു വയ്ക്കാൻ വേണ്ടി കൃത്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരതങ്ങനെ തന്നെ ചെയ്തു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും ചാക്കിൽ ആഹാരവും അവർ കൊണ്ടുവന്ന ദ്രവ്യവും ക്യാഷും അതിൽ വെച്ച് കൊടുത്തു വിട്ടു. അങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തോട്ട് പോയി. അപ്പോൾ ഇവിടെ ഈ കഥയിൽ, ഇന്ന് നമ്മൾ പഠിച്ച കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യോസെഫിന് ഇപ്പോൾ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. മിസ്രൈം ദേശത്തിൽ ഫറവോൻ കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള ആളായിട്ടാണ് ഇന്ന് യോസെഫ് നിൽക്കുന്നത്. അപ്പോൾ യോസെഫിനെ ഉപദ്രവിച്ച ചേട്ടന്മാരായിരുന്നു. ഓക്കെ, ഈ ചേട്ടന്മാരെല്ലാവരും കൂടിയാണ് യോസെഫിനെ കൊല്ലാൻ നോക്കിയത്, ഗൂഢാലോചന നടത്തിയത്, അവൻ്റെ ഡ്രസ്സ് കീറിയത്, അവനെ പൊട്ടക്കിണറ്റിലിട്ടത്, ഇസ്മായിലിയർക്ക് വിറ്റ് കൊടുത്തത്, ഇതെല്ലാം ചെയ്തത് ഈ ചേട്ടന്മാരാണ്. അപ്പോൾ അവരോടുള്ള ദേഷ്യമൊക്കെ യോസെഫിന്
തീർക്കാം. കാരണം ഇത്രയും കാര്യങ്ങൾ യോസേഫിൻ്റെ ജീവിതത്തിൽ യോസേഫ് അനുഭവിക്കാനുണ്ടായതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ ചേട്ടന്മാരായിരുന്നു. പക്ഷേ യോസേഫ് അവരൊന്നും ചെയ്തില്ല. 3 ദിവസം തടവിലാക്കിയുള്ളൂ, വേറെ ഒന്നും അവർ ചെയ്തില്ല. അതാണ് യോസേഫ് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. അവിടെയും യോസേഫ് ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ഇതിന് പകരം ഒന്നും ചെയ്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും വഴക്ക് പറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ മക്കളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഒന്നും തിരിച്ച് അതുപോലെ ചെയ്യരുത്. ഓക്കെ, നമ്മൾ സ്നേഹം കൊണ്ട് അവർക്ക് റിപ്ലൈ കൊടുക്കണം, സ്നേഹം കൊണ്ട് അവർക്ക് ഉത്തരം കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവരെയാണ് ദൈവത്തിനിഷ്ടം. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല മക്കളായിട്ട് മക്കൾ ഇരിക്കണം. അതാണ് ഇന്നത്തെ കഥ. ഇനി നമുക്ക് കേൾക്കാനുള്ള കഥ. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് പുറപ്പെട്ട് പോയിട്ടുള്ളൂ, ചാക്കായിട്ട് കുതിരപ്പുറത്ത് ഈ ചേട്ടന്മാർ പോയി മിസ്രൈമിൽ നിന്ന് പോയിട്ടുള്ളൂ. ഇനി അവർ അവിടെ അപ്പൻ്റെ അടുത്ത് ചെന്ന് അവരുടെ അനിയനെയും കൂട്ടി വന്നം. അപ്പം അപ്പൻ എന്ത് പറയും, അപ്പൻ്റെ അടുത്ത് ഇവർ എന്താ പറയണേ, ഇതൊക്കെയാണ് ഇനി നമുക്ക് അടുത്ത ദിവസത്തെ കഥയ്ക്ക് കേൾക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ.